ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വ്യാഴാഴ്ച. അപ്പോൾ വ്യാഴാഴ്ചയിലത്തെ വിശേഷമാണ്. ഇന്ന് വെള്ളിയാഴ്ച എന്നറിയാം, വ്യാഴാഴ്ചയിലത്തെ വിശേഷമാണ് കേട്ടോ. അപ്പോൾ പതിവ് പോലെ രാവിലെ എണീറ്റു, പിള്ളേർ പോകാനായിട്ട് റെഡിയായി തുടങ്ങി. അപ്പോൾ ഞാൻ എണീറ്റ വഴിക്ക് നമ്മുടെ ചാക്കോച്ചൻ പതിവ് പോലെ എന്നെ എണീപ്പിക്കാൻ വന്നത് തന്നെ അവനാട്ടോ. അവൻ എണീപ്പിച്ച് വന്ന് കുരിശ് വരച്ച് കഴിയുമ്പോഴാണ് അവൻ്റെ കളികൾ അവൻ തുടങ്ങുകയായി. കുറച്ച് നേരം എൻ്റെ അടുത്ത് ചുറ്റിപ്പറ്റി നിന്നിട്ടാണ് പോരുക കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും പറയും, മറ്റ് രണ്ട് പേരുടെ പോലെയല്ല ഇവൻ എന്ന് പറയും ഞാൻ എപ്പോഴും. അവരെണീറ്റ് അവരുടെ കാര്യം നോക്കിപ്പോവും. പക്ഷേ ഇവൻ എണീറ്റ് വന്നു കഴിഞ്ഞാൽ അമ്മാമ്മേനെ വിളിച്ച് ഉണർത്തി അമ്മാമ്മനെ എണീപ്പിച്ചിട്ട് അവൻ സ്വസ്ഥതയുള്ളവന് അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ രാവിലെ ഡോണൊക്കെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ എണീറ്റ് കുറച്ച് കഴിയുമ്പോഴാണ് ഞാൻ വീഡിയോസ് എടുത്ത് തുടങ്ങുക. അപ്പോൾ അങ്ങനെ ഞാൻ എണീക്കാനും കുറേ ലേറ്റ് ആവും കേട്ടോ. അപ്പോൾ അങ്ങനെ എണീറ്റ് രാവിലെ കിച്ചണിൽ വന്നപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തിട്ടായിരുന്നു ഇന്ന് ഞാൻ മറന്നുപോയില്ലോ. പുട്ടും കടലയും. ഇന്നലെ കടല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, പുട്ട് രാവിലെ എണീറ്റുണ്ടാക്കി. അങ്ങനെ പുട്ടും കടലയായിരുന്നു ഇന്ന് രാവിലെ കേട്ടോ. അപ്പോൾ ഡിംപിൾ കൊച്ചിനെ റെഡിയാക്കാൻ പോയി. നല്ല പെയിനുണ്ട്, പക്ഷേ എന്നാലും കുഴപ്പമില്ല. ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് കുറേ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കിടാങ്ങൾക്കുള്ള കുട്ടികൾക്കുള്ള രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ബോക്സിലാക്കി, ടിഫിൻ ബോക്സിലാക്കി അവരൊക്കെ പാക്ക് ചെയ്തൊക്കെ ഡ്രസ്സ് മാറിക്കാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എല്ലാ കുട്ടികളും നേരത്തോടെ 9:30 ഒക്കെ കഴിയുമ്പോഴേക്കും പോയി. ഇന്ന് ഇത്തിരി പതിവിൽ വിട്ട് കുറച്ച് ഇന്ന് ലേറ്റായി തോന്നുന്നുണ്ട്. അല്ലാത്ത ദിവസമൊക്കെ ഇപ്പോൾ 9:30-ക്ക് മുമ്പായിട്ട് അവർ യാത്രയാവും കേട്ടോ. മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ 10 മണിയാവും പോകുമ്പോൾ. അപ്പോൾ ഇപ്പം മിടുക്കരായിട്ട് രണ്ടുപേരും നേരത്തോടെ ഇറങ്ങും. അപ്പോൾ ഇന്ന് പാച്ചുവിൻ്റെ ഡിമാൻഡ് തോമുവിൻ്റെ പോലത്തെ ചെരുപ്പ് വേണമെന്നായിരുന്നു. അപ്പോൾ ഒക്കെ ഇപ്പോൾ എന്താ പറയുക, ആവശ്യപ്പെട്ട് തുടങ്ങി. ഇതുപോലത്തെ എനിക്ക് വേണം, അതുപോലത്തെ എനിക്ക് വേണം, അങ്ങനെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഇന്ന് ഡോൺ പോയിട്ട് അന്വേഷിച്ചപ്പോൾ പാച്ചുവിൻ്റെ സൈസിലില്ല. സംഭവം നോക്കിയപ്പോൾ സൈസിലില്ല. അപ്പോൾ ഇത് ചാക്കോച്ചനെ കണ്ടോ, കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട് ബാക്ക് പറയണം കേട്ടോ. വണ്ടിക്ക് ബാക്ക് പറയണതാണ് അവൻ. വണ്ടി ഡാഡി അപ്പ ഡ്രൈവ് ചെയ്യാനായിട്ട് കയറിയപ്പോൾ. അപ്പോൾ അവൻ പതിവുപടി ഇവിടെ നിന്ന് ഗേറ്റ് വരെയുള്ള യാത്രയ്ക്ക് വേണ്ടി പുറപ്പെട്ടു. അപ്പോൾ കണ്ടോ, കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ടിട്ട് രാവിലെ എൻ്റെ അടുത്ത് വന്ന് ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ അവനൊരു സമാധാനക്കേടാണ്. അപ്പം ഞാൻ എണീറ്റ് വന്ന് കുരിശ് വരച്ചിലൊക്കെ കഴിഞ്ഞ് ബ്രഷ് ചെയ്ത് വന്നു കഴിഞ്ഞ് ഇവൻ എന്നെ കൊണ്ടുപോയി അവന് കണ്ണെഴുതൽ, പൊട്ടിടൽ, പൗഡർ ഇടൽ, പെർഫ്യൂം അടിക്കൽ, പിന്നെ ലിപ്സ്റ്റിക് ഇടൽ. അപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളെ അത് കാണിക്കണം എന്ന് വിചാരിക്കും. പക്ഷേ എനിക്ക് വീഡിയോ എടുക്കലും അവനെ ഒരിക്കലും കൂടി പറ്റാത്ത തന്നെ ഒരു ദിവസം ഞാൻ കാണിക്കുന്നുണ്ട് അവനെങ്ങനെയാണ് ഒരുക്കുക എന്നുള്ളത് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് മുപ്പർക്ക്. അങ്ങനെ പതിവ് പോലെ അവരെ വിട്ടതിന് ശേഷം അപ്പാപ്പനും മോനും മടങ്ങി. അപ്പോൾ ഇന്നൊരു പരാതി ഉണ്ടായിരുന്നു. ഒരു കുട്ടി പറഞ്ഞു, അപ്പാപ്പൻ മോനെ ചെറിയ ആളെ അധികം എടുക്കണില്ല എന്ന്. അത് അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് ചെറിയ ആളെന്നല്ല, പാച്ചുവിനെ മാത്രം. അപ്പം നിങ്ങൾക്കത് തോന്നുകയാണ്. നമുക്ക് 3 കുട്ടികളും ഒരുപോലെയാണ്. പിന്നെ പാച്ചുവിനോട് ഒരു പൊടി എന്താ പറയുക, അത് നമ്മളെപ്പോഴും പറയും, നമ്മൾ എവിടെയാണോ നമ്മളുടെ ആവശ്യം അവിടെ നമ്മളെപ്പോഴും ഉണ്ടാവണം എന്ന് പറയും. അതാണ്, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്കെല്ലാവരും ഒരുപോലെ തന്നെ, നിങ്ങൾ ഈ കാണുന്ന മക്കളും ഒരുപോലെ തന്നെ, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ രാവിലെ നമ്മുടെ പരിപാടികൾ തുടങ്ങായി. അപ്പോൾ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ ടർക്കിഷ് മാലയുടെ സെറ്റിന് വന്നിട്ടുള്ള വളകളാണ് കേട്ടോ. അല്ലാണ്ട് തന്നെ എന്താ പറയുക, ഇടാവുന്ന സംഭവമാണ്. ഒരു സെറ്റ് വേണമെന്നൊന്നുമില്ല. ഭയങ്കര കനം കുറവാണ്, പക്ഷെ ഭയങ്കര ഭംഗിയും ഒരു എന്താ പറയുക, ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് കണ്ടമാനം കുട്ടികൾ വാങ്ങിയിട്ടുണ്ട്. ഇതും നമ്മൾ പാക്ക് ചെയ്യാനായിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള വളകളാണ്. നിങ്ങൾക്കും അത് യൂസ് ചെയ്യാം. അധികം വിലയില്ല, എന്നാൽ കാണാൻ നല്ല ഇപ്പോഴത്തെ ഏറ്റവും പുതിയ പാറ്റേണാണ് ഇത് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഇത് പാക്ക് ചെയ്തതിന് ശേഷം, അപ്പോൾ ഇതും വൈറ്റ് ഗോൾഡാണ് ഇന്ന് അധിക ഭാഗം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഡിംപിളോ അല്ലെങ്കിൽ ഡിവൈനോ സ്റ്റാറ്റസ് ഇടുമ്പോഴാണ്, ഏതെങ്കിലും ഒരു ഐറ്റം ഇടുമ്പോഴാണ് ആ ഒരു സംഭവത്തിനാണ് പ്രത്യേക എൻക്വയറി വരിക കേട്ടോ. അപ്പോൾ ഇന്നലെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ 3 പേരിൽ ആരോ ഒരാൾ ഇതിട്ടു. അതോ ഇനി വീഡിയോസ് കണ്ടിട്ടാണോ എന്നറിയില്ല. ചില ദിവസം നമ്മൾ എന്താണോ ഇടുന്നത് അതിൻ്റെ മാത്രം എൻക്വയറിയാണ് വരിക കേട്ടോ. ഇതൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് ഈ വളകൾ കേട്ടോ. അപ്പോൾ ഞാൻ മുമ്പ് ഇതിൻ്റെ വീഡിയോസ് മാത്രം എടുത്ത് കാണിച്ചിട്ടുണ്ട് നിങ്ങളെ. അപ്പോൾ കുറേ കുട്ടികൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്ന് വെച്ചാൽ വാങ്ങിക്കുക. വൈറ്റ് ഗോൾഡാണ് മെയിനായിട്ട് സംഭവം കേട്ടോ. മറ്റേത് പിന്നെ ടർക്കിഷ് ഗോൾഡിൻ്റെ ആ ഒരു പാറ്റേണാണ്, അതായത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള വളയാണ് ഞാൻ ഫസ്റ്റ് കാണിച്ചത്. ഇത് വൈറ്റ് ഗോൾഡാണ്. നിങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കാണുന്നവരിൽ ഒരു 10% പേരെങ്കിലും ഈ വളകൾ വാങ്ങിച്ചിട്ടുണ്ടാവും. കാരണം അത്രയും പോയിട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിട്ട്. ഇത് 2 പാറ്റേണാണ് വന്നത്, വീതി കുറവും കുറച്ച് വീതി കൂടുതലുമായിട്ടുള്ളത്. ഇത് എനിക്ക് തോന്നുന്നു വീതി കൂടിയായിട്ടാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ സംഭവമാണ് ഇന്ന് മൊത്തം എടുത്തത്. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ അതിൻ്റെ ബാക്കി 1-2 ഐറ്റം കൂടി നിങ്ങളെ കാണിക്കുക. ഇത് പുതിയത് വന്നതാണ് കേട്ടോ. ഇപ്പോൾ ഈ കാണിക്കുന്നത് ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. ബ്ലാക്ക് മറ്റേ വൈറ്റ് ഗോൾഡും
ഗോൾഡും വെച്ചിട്ടുള്ള നമ്മൾ കറക്റ്റ് മറ്റേ സ്വർണ്ണക്കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ സംഭവം തന്നെ. അങ്ങനെ ദേ പരിപാടികൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ശരിക്ക് 12:30 1 മണി ആയിട്ടുണ്ട് കേട്ടോ പരിപാടികൾ കഴിയുമ്പോൾ. 12:30. അപ്പോൾ ഇന്നെങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്നലെ തന്നെ ഡിവൈൻ മറ്റേ വെണ്ടക്കായ പാലൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കടല പുട്ടിന് വെച്ചതിൻ്റെ ബാക്കി എടുത്ത് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. നാളികേരമൊക്കെ ഇട്ട് നല്ല ചുടിയിൽ കാച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പടവും കൊണ്ടാട്ടവും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ ഉച്ചയിലത്തെ ഊണ് റെഡിയായി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിള്ളേർസ് വന്നു കഴിഞ്ഞാൽ അറിയാമല്ലോ, പിന്നെ വേറെ ഒന്നും ഇല്ല അവിടെ ചെയ്യാൻ പറ്റില്ല. ബഹളമായാണ് അവിടെ കേട്ടോ. അപ്പോൾ അങ്ങനെ കൊണ്ടാട്ടം ഇവിടെ ഒരു കുഞ്ഞു കടയിൽ നിന്ന് വാങ്ങിയതാട്ടോ. നല്ല ടേസ്റ്റുള്ള കൊണ്ടാട്ടമായിരുന്നു. ഞാൻ പറഞ്ഞു ഡാഡിയോട് വലിയ കവർ വാങ്ങിക്കേണ്ട, കാരണം കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയതിൻ്റെ ബാക്കി ഇങ്ങനെ അവസാനമായപ്പോഴേക്ക് ഉപ്പ് ഇരുന്നിട്ട് ഇങ്ങനെ എന്താ പറയുക ആകെ ഒരു രസമില്ലാത്ത പോലെ. അപ്പം ഞാൻ പറഞ്ഞു കുഞ്ഞു പാക്കറ്റുകൾ വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ 10 രൂപയുടെ പാക്കറ്റാണ്. ഞാനതിൻ്റെ കവർ കളഞ്ഞു, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചേനെ കേട്ടോ. കുടിൽ വ്യവസായിയാണ്. പക്ഷേ എന്ത് ടേസ്റ്റാണെന്നറിയോ, അത് ആകെ 10 15 12 എണ്ണമൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഉള്ളത് നല്ല ടേസ്റ്റുള്ള കൊണ്ടാട്ടം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കഴിയുമ്പോൾ ഇങ്ങനെ കുഞ്ഞു പാക്കറ്റുകൾ വാങ്ങിച്ചാൽ മതി, വലിയത് വാങ്ങിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഡിമ്പിളുടെ ഇതിൽ നല്ല നീരുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ച് പോയതിന് ശേഷം ഞാൻ പതുക്കെ കസ്റ്റർഡ് ഉണ്ടാക്കാമെന്ന് വെച്ചപ്പോൾ ഡിമ്പിൾ പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മുപ്പര്, അതായത് അവൾക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് കഴിക്കുകയും വേണം, എന്നാൽ അതിങ്ങനെ ലിക്വിഡ് രൂപത്തിലല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ തണുവാവുകയും ചെയ്യും, ഇറക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ കസ്റ്റേർഡ് പൗഡർ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ബെസ്റ്റിൽ നിന്ന് ഹോൾസെയിൽ വാങ്ങിക്കുന്നതാണ്. അല്ല നിങ്ങൾക്ക് ഉണ്ടാക്കാൻ താല്പര്യമാണെങ്കിൽ എൻ്റെ പണ്ടത്തെ മറ്റേ എനിക്ക് തോന്നുന്നു 4 വർഷം മുമ്പത്തെ 4 വർഷം മുമ്പത്തേൽ ഞാൻ കസ്റ്റേർഡ് പൗഡർ ഉണ്ടാക്കുന്ന രീതി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കി ഉണ്ടാക്കിയാലും നിങ്ങൾക്ക് ഉണ്ടാക്കാം. എന്നിട്ട് അത് സാധാരണ ഞാൻ അതിൽ മറ്റേ മാംഗോ പൾപ്പിട്ട് അടിക്കാറ് പതിവ്, കുറച്ചുകൂടി ഫ്ലേവർ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. പക്ഷേ ഡിമ്പിളിന് അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാനത് ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഇത് സ്കൂളിൽ നിന്ന് കൊടുത്തയച്ചത് ആ ഡ്രസ്സ്, അവരുടെ ആനുവൽ ഡേയുടെ ഡ്രസ്സ് ഒന്ന് ഇട്ട് നോക്കി എന്തെങ്കിലും ഓൾട്രേഷൻ ഉണ്ടെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇട്ട് നോക്കിയതിന് ശേഷം അമ്മയും മോനും പാപ്പൻ്റെ കൂടെ ഒന്ന് പുറത്തേക്ക് പോയി. അവർക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനും എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നീരുണ്ടെങ്കിലും യാത്രയ്ക്ക് വലിയ പ്രശ്നം തോന്നിയില്ല, കാരണം അത്യാവശ്യമുള്ള ഒരു യാത്രയായതുകൊണ്ട് അപ്പാപ്പനും ഡിമ്പിളും മോനും കൂടിയിട്ട് പോയി ഒരു അരമണിക്കൂറാകുമ്പോഴേക്കും അവർ തിരിച്ച് വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ പോണോട് കൂടിയിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഗേറ്റ് അടയ്ക്കാൻ നിന്നില്ല. എനിക്കറിയാമല്ലോ ഇപ്പോൾ വരുന്നത്. അപ്പോൾ നാളെയും കഴിഞ്ഞ് മറ്റന്നാൾ ഡിമ്പിളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ബർത്ത്ഡേ ആയതുകൊണ്ട് എവിടെയും പോകാൻ പറ്റില്ല. ഞങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് പുറത്തൊന്ന് പോകണം. കഴിഞ്ഞ കൊല്ലം നമ്മൾ വയനാട് പോയി അവിടെയാണ് കേക്ക് കട്ട് ചെയ്തത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നടന്നില്ല. നടക്കും തോന്നുന്നില്ല. ഇപ്പോഴും ഞങ്ങൾ ഡോൺ പറയുന്നുണ്ട് ഇത് കുഴപ്പമില്ല, നമുക്കൊരു എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. നോക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നീരുണ്ട്, അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഡോക്ടറാന്ന് വെച്ചാൽ എനിക്കത് ഭയങ്കര സന്തോഷമായിട്ടോ. നമ്മൾ ഇമ്മട്ടീസിലാണ് ഡിമ്പിളിനെ, ഡോണും അതെ ഡിമ്പിളിനും അതെ, എനിക്കും പോയത് അവിടെ തന്നെയാണ്. അപ്പോൾ സാധാരണ നമ്മൾ പോയിരുന്നത് നമ്മളുടെ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു ക്ലിനിക്കിലായിരുന്നു. പക്ഷേ അത് വിട്ട് നമ്മൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് അപ്പോഴാണ് നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ സ്റ്റക്കായി നിൽക്കുമ്പോൾ നമുക്ക് അവിടുത്തെ പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും അറിയില്ല. വേറൊരു സ്ഥലത്ത് പോകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ കുറവുകളും കൂടുതലുകളൊക്കെ മനസ്സിലാവുക. അപ്പോൾ ഇമ്മട്ടീസിൽ പോയപ്പോൾ എന്താണെന്ന് വെച്ചാൽ പഴയ എക്സ്പീരിയൻസ് ഉള്ള ഒരു എന്താ പറയുക, കുറേ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ഡെൻ്റൽ ക്ലിനിക്കാണ്. അപ്പോൾ ഞങ്ങൾ ബേബിമാരോടെ പോയപ്പോൾ അമ്മായി പറയായിരുന്നു സുനിയുടെ 2 കുട്ടികളെയും കൊണ്ട് ഞാൻ അവിടെ പോയിരുന്നത്. അപ്പോൾ കൊച്ചുവളച്ചൻ്റെ കൂടെയാണെങ്കിൽ ഡോക്ടറുടെ മറ്റേ ഫാദറും കൂടി ഉണ്ടായിരുന്നു, അഡ്വക്കേറ്റ് ആയിരുന്നു എന്നൊക്കെ വിശേഷങ്ങൾ പറഞ്ഞപ്പോൾ അത്രയും പഴയ ഒരു ക്ലിനിക്കാണെന്ന് അറിഞ്ഞത് കേട്ടോ. അപ്പോൾ അവിടുത്തെ പ്രത്യേകത ഞാൻ കണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിമ്പിളുടെ ആയാലും ഡോണിൻ്റെ ആയാലും ആരുടെ ആയാലും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് വിളിച്ച് വിവരങ്ങൾ അന്വേഷിക്കുമായിരുന്നു. ഇന്നും അതെ, ഒരു 2 നേരം കാരണം ഇതൊരു ചെറിയൊരു സർജറിയും കൂടിയാണല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഡിമ്പിളും പറയായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഏതായി. അപ്പോൾ ഡോൺ പറഞ്ഞു എന്നെയും. അപ്പോൾ നമ്മളാദ്യം കേൾക്കുമ്പോൾ വിചാരിക്കും അതിപ്പോൾ സെലിബ്രിറ്റി അതുകൊണ്ടൊന്നുമല്ല. ഡോൺ പോയപ്പോഴും ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവരിതേ പുറത്ത് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അരമണിക്കൂർ കൊണ്ട് തിരിച്ചു വരുന്നതോട് കൂടിയിട്ട് ഡിമ്പിൾ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ കിൻഡർ ജോയും ഐസ്ക്രീമൊക്കെ കുട്ടികൾക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിൻഡർ ജോയ് തുറന്നിട്ട് എന്നോട് പറയാം ഇത് ചെയ്തു കൊടുക്കാനായിട്ട്. എനിക്കാണെന്ന് ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യങ്ങളൊന്നും എനിക്ക് കാര്യമായിട്ട് അറിയില്ല. ഡിമ്പിളും ഡോണൊക്കെ ചെറുപ്പത്തിലുണ്ടായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാതും ഞാൻ തന്നെയാണ് ചെയ്തിരുന്നത്. പക്ഷേ
ഇപ്പം എന്തോ നമ്മളത് ശ്രദ്ധിക്കണില്ല ആ കാര്യങ്ങൾ. കാരണം 100 കൂട്ടം കാര്യങ്ങൾ അപ്പുറത്തുള്ളത് കൊണ്ടായിരിക്കാം നമ്മൾ പിന്നെ അവരെ ശ്രദ്ധിക്കാൻ അവരുടെ അപ്പനും അമ്മയൊക്കെ ഉള്ളപ്പോൾ നമ്മളുടെ ആവശ്യമില്ലല്ലോ എന്ന് തോന്നിയിട്ടും കൂടി ആയിരിക്കാം കേട്ടോ. അങ്ങനെ ഇത് ഡിംപിളിതേ മറ്റേ ഇത് ചെയ്ത് ഈ നോക്കിയപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ അങ്ങനെ അതവിടെ വെച്ചു. എവിടെയോ അവൻ കൊണ്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഇനി തോമൂൻ്റെ തുറക്കുമ്പോൾ അതിലെന്താണെന്ന് അറിയുള്ളൂ. അങ്ങനെ പച്ചക്കറികൾ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഡിംപിൾ ഒതുക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒതുക്കിക്കോളാം, മോള് പോയി കിടന്നു, കാരണം തല അനക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഈ പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിയതാണ് വടുകപ്പുളി മറ്റേ അച്ചാർ ഇട്ടാം. അപ്പോൾ അവർ പറഞ്ഞു എന്ന് പറഞ്ഞു നല്ലതാന്ന്, പക്ഷെ പറഞ്ഞ പോലെയല്ല. ഇന്നിപ്പോൾ രാത്രി ഞങ്ങൾ പൊട്ടിച്ച സൂപ്പർ അച്ചാർ എന്ന് പറഞ്ഞാൽ നല്ല നല്ല രുചിയുള്ള അച്ചാർ. അതുമ്പോൾ പേരില്ല, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കൊണ്ടാട്ടം കാണിച്ച പോലെ തന്നെ ഇതും കാണിച്ചേനെ. കാരണം ഇങ്ങനെ സ്വാദായിട്ടുള്ള കുറേ കാര്യങ്ങളൊന്നും ആൾക്കാർക്ക് അറിയാണ്ട് കിടക്കാം. അപ്പം ഞാൻ വേഗം എനിക്കും ഡാഡിക്കും കാപ്പി വെച്ച്, മറ്റവരൊക്കെ കിടന്നു. അപ്പം എനിക്കും ഡാഡിക്കും കാപ്പി വെച്ച്, ഡാഡിക്ക് ഇന്ന് 4 മണിയാകുമ്പോൾ പുറത്തേക്കൊന്ന് പോകണം. അപ്പോൾ കാപ്പി വെച്ച് ഞങ്ങൾ കുഴപ്പമൊക്കെ കഴിച്ച് ഡാഡീനെ യാത്രയാക്കി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ബാക്കി പരിപാടികൾക്ക് വേണ്ടി നിന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ സമയം 4:30 ആയപ്പോഴാണ് ഞങ്ങൾ കാപ്പി വെച്ചിട്ട് പോയി. അപ്പോൾ പച്ചക്കറികൾ ഒതുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നിന്നപ്പോഴാണ് ഓരോ സെക്ഷനായിട്ട് നോക്കിയപ്പോൾ ഉരുളക്കിഴങ്ങ്, നല്ല വലിയ ഉരുളക്കിഴങ്ങ്, ഒരു ക്യാപ്സിക്കം എന്തൊക്കെയോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഞാനും ഒതുക്കി കൊടുത്തു. അപ്പോൾ എൻ്റെ കുട്ടി സ്പീക്കർ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് മറ്റേ വലിയത് ഇവിടെ കിച്ചണിലുണ്ടായപ്പോൾ എനിക്ക് ഇത്രയും സൗകര്യം തോന്നിയിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ എവിടെ പോകുമ്പോഴും അവിടെ കൊണ്ടുവന്ന് വെക്കുമ്പോൾ നമ്മുടെ കൂടെ ഇങ്ങനെ സംസാരിച്ച ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നൊക്കെ ഒരു തോന്നലാണ്. അപ്പോൾ ഉള്ളി വളരെ കുഞ്ഞിതായിരുന്നു അത്ര. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞ് സബോള വരുന്നുണ്ടല്ലോ, അതാണ് വാങ്ങിയത്. അപ്പോൾ ഡിംപിൾ ആ നേരം കൊണ്ട് പയർ ഒടിച്ച് കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു മതി അവിടെ വെച്ചോ എന്ന് പറഞ്ഞപ്പോൾ സാരമില്ല ഒടിച്ച് വെക്കാതെ പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നൊന്ന് കിടന്നപ്പോൾ ഒരുത്തൻ എൻ്റെ അടുത്ത് വന്ന് ഇരിക്കണതാണ്. ഇന്ന് ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല, കാരണം പോയി വന്നപ്പോൾ 4:30 ആയി. ഇനി ഉറങ്ങി കഴിഞ്ഞാൽ രാത്രി ഉറക്കം എന്താ പറയുക ലേറ്റാവും. അതനുസരിച്ച് നാളെ രാവിലെ എണീക്കാൻ വൈകും. അപ്പോൾ ഇരുന്ന് ഉറക്കം തൂങ്ങാൻ ഞാൻ കുറേ പറഞ്ഞു കിടന്ന് ഉറങ്ങിക്കോടാന്ന്. അപ്പോൾ ഉറങ്ങിയില്ല. അപ്പോൾ ഇവൻ ഉറങ്ങാണ്ടായപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളം ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞ് എന്താ പറയുക അവർക്ക് നമ്മുടെ മുകളിൽ AC-യുടെ ഇത് പൊട്ടിച്ചപ്പോൾ അവിടെ നിന്ന് കുറേ മറ്റേ എന്ത് സംഭവമാണ് പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ പീസുകൾ വീണുണ്ടായിരുന്നു. ഞങ്ങളിത് കണ്ടില്ല. ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ സിനിമയിൽ പണ്ട് പ്രിയദർശൻ സിനിമകളിൽ കാണില്ലേ, നിറച്ചിങ്ങനെ അക്ഷരങ്ങൾ മറ്റേ പ്രോപ്പർട്ടികൾ ഇങ്ങനത്തെയാവും. അതുപോലെ എടുത്തിട്ട് ABCD എന്തൊക്കെയാണെന്ന് അറിയില്ല കംപ്ലീറ്റ് വരച്ചപ്പോൾ എന്നെ ഡിംപിൾ വിളിക്കും, മമ്മി ഇതാ നോക്കി ഇവിടെ കാണിച്ചു വെക്കണേ. ഞാൻ പറഞ്ഞു എന്തെങ്കിലും കാണിക്കട്ടെ, ചോക്കോണ്ട് എഴുതല്ലേ, കുട്ടികൾക്ക് നേരം പോണ്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ ഡിംപിളിനോട് ഉപ്പിട്ടിട്ട് ഇളം ചൂടുവെള്ളം പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം സ്റ്റിച്ച് 2 വശത്തും സ്റ്റിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് വായൊന്ന് തുറന്ന് പതുക്കെ എക്സസൈസ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഡിംപിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മറ്റേ ബാർബികളുടെ പാട്ട് വെച്ച് കൊടുത്തേക്കാം ഇവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട്. അതായത് ഒരാളുടെ ബാർബികളും മറ്റാളുടെ വേറെ എന്തോ ഒരു പാട്ടുമാണ്. അപ്പോൾ ഇത് നമ്മുടെ ചാക്കോച്ചനാണ് ഒന്നാമത് കളിക്കണത് കേട്ടോ. എനിക്കത് നിങ്ങളെ കാണിക്കണമെന്നുണ്ട്, പക്ഷേ ഈ പറഞ്ഞ പോലെ കോപ്പിറൈറ്റ് കിട്ടണ കാരണമാണ് ഞാൻ അത് കാണിക്കാത്തത് കേട്ടോ. നല്ല രസത്തിൽ കളിക്കുന്നുണ്ട് കേട്ടോ ചാക്കോച്ചൻ. അങ്ങനെ എന്താ പറയുക, ഇതേ 3 ആളുടെയും കൂടി കളി സന്ധ്യയാവണം അവരെ കളിയായിരുന്നു. അപ്പോൾ ഞാനും പറഞ്ഞു കുറേ നേരം അവിടെ നിന്ന് കളിച്ചോട്ടെ, അത് കഴിഞ്ഞിട്ട് അകത്ത് കയറാം. അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് എന്താ പറയുക വേറൊരു വൈബാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് എന്നെ പിടുത്തില്ല. അപ്പോൾ കുട്ടികളല്ലേ, അവരെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അപ്പോൾ ചാക്കോച്ചൻ്റെ ആർമാദിക്കുകയാണ് കേട്ടോ. അങ്ങനെ എന്താ പറയുക ഞാൻ സ്പീക്കർ കൊണ്ടുവന്ന് പുറത്തേക്ക് വെച്ചു. അപ്പോൾ അത് വെച്ചിട്ടാണ് അവരുടെ കളികൾ മുഴുവൻ. അപ്പോൾ ഒരാൾ ഒന്ന് കളിക്കും, അടുത്ത ആൾ അടുത്തത് കളിക്കും. അപ്പോൾ ഡിവൈൻ ഇവിടെ നിന്നിട്ട് ഓരോ സ്റ്റെപ്പുകൾ കാണിക്കുമ്പോൾ ആ സ്റ്റെപ്പ് അവൻ എന്താ പറയുക അത് നോക്കി കളിക്കും. അങ്ങനെ മൊത്തത്തിൽ എന്താ പറയുക ഭയങ്കര ബഹളമായിരുന്നു. ഞാൻ പറഞ്ഞു പിന്നെ അപ്പുറത്തുള്ള ആൾക്കാർക്ക് ശല്യമാവുമോ എന്ന് ചോദിച്ചു അവസാനം ഞാൻ. കാരണം ഇവരുടെ ചിരിയും ബഹളവും തിക്കും തിരക്കും ഒക്കെ ആയിട്ട് കേൾക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. അത് പ്രത്യേകിച്ച് സന്ധ്യ നേരമായതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ മുഴങ്ങി കേൾക്കുകയും ചെയ്യും. പക്ഷേ എന്താ പറയുക എല്ലാവർക്കും സന്തോഷമല്ലേ, കുട്ടികളുടെ കളി ചിരി എന്ന് പറയുമ്പോൾ ആർക്കും അങ്ങനെ ഇഷ്ടക്കേട് ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ചാക്കോച്ചനാണ് താരം ആയിരുന്നത് കേട്ടോ. ചാക്കോച്ചനാണ് ഫുൾ എനർജിയിൽ കിടന്ന് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇത്രയ്ക്കധികം ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. കുട്ടികളുടെ കളി ഞാൻ എഡിറ്റ് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ പതിവ് പോലെ കയറി വന്നതാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ സാരമില്ല, കുട്ടികളുടെ അല്ലേ, കോപ്പിറൈറ്റ് ഒന്നും കിട്ടാൻ ഞാൻ മതി എന്നുള്ളൂ. അങ്ങനെ അവർ കയറിനോട് കൂടിയിട്ട് നമ്മുടെ സന്ധ്യ നേരമായി. ഞാൻ പറഞ്ഞില്ലേ സന്ധ്യ നേരത്താണ്.
നമ്മൾ അവരെ കയറ്റുക. അതുവരെ അവിടെ നിന്ന് കളിച്ചോട്ടെ എന്ന് വിചാരിക്കും. അപ്പോൾ ഇപ്പോൾ 13 മിനിറ്റിൻ്റെ മറ്റേ കുരിശിൻ്റെ വഴി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴല്ല, എല്ലാ വർഷവും ഈ സമയത്താണ് ഞാൻ സാധാരണ ഷെയർ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്കും യൂട്യൂബ് നോക്കി കഴിഞ്ഞാൽ സെർച്ച് ചെയ്താൽ കിട്ടും. 13 മിനിറ്റ് കൊണ്ടുള്ള കുരിശിൻ്റെ വഴിയുണ്ട്. അപ്പോൾ നമ്മളുടെ പ്രാർത്ഥനയിലോ അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ പേഴ്സണലി ചൊല്ലാനോ ഒക്കെ നല്ലതാണ് അങ്ങനെ ഒരു സംഭവം കേട്ടോ. മറ്റേതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ അധികം നേരം ഉണ്ടോ. ഇതാകുമ്പോൾ എന്താ പറയുക, ചുരുക്കത്തിൽ 13 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന ഒരു സംഭവം, ചൊല്ലാവുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആദ്യം ആക്കിയാണ് ചേച്ചിയാണ് അയച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ എല്ലാ വർഷവും എൻ്റെ കയ്യിലുണ്ടാവും, ഞാൻ മാക്സിമം ഷെയർ ചെയ്യാറുമുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും അറിയാൻ തോന്നുന്നുണ്ട്. കാരണം യൂട്യൂബിൽ ഇപ്പോൾ കുരിശിൻ്റെ വഴിയിൽ നിന്ന് സെർച്ച് ചെയ്താൽ പലതരം കുരിശിൻ്റെ വഴിയും കാര്യങ്ങളും ഒക്കെ വരും. ഞാൻ ഇന്ന് പ്രത്യേകം പറയാൻ കാരണം എന്താ വെച്ചാൽ നാളെ വെള്ളിയാഴ്ചയല്ലേ. അപ്പോൾ ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. കുരിശിൻ്റെ വഴിയിൽ നിന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇതടക്കം വരും കേട്ടോ. അങ്ങനെ കുട്ടിപ്പട്ടാളങ്ങൾ അകത്ത് കയറി, ഡോൺ വന്നു. അപ്പോൾ ഡിംപിൾ ഇന്ന് കിച്ചണിലേക്ക് കയറി ഡിവൈനെ കുട്ടികളുടെ അടുത്ത് ഏൽപ്പിച്ചു. ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾ നിൽക്കുമ്പോൾ ഒരാൾ വേണമെന്ന്. അപ്പോൾ ഡിവൈനാണ് ഇന്ന് ഫുഡ് കൊടുക്കാനായിട്ട് അവരെ ഏൽപ്പിച്ചേക്കുന്നത് കേട്ടോ. കാരണം പാച്ചുട്ടൻ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയനാണ്. അങ്ങനെ ഞാൻ ഇന്ന് ശരിക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ബെഡ്റൂം ഒന്ന് ഒതുക്കണം എന്നാണ്. കാരണം മുകളിൽ കണ്ടമാനം പാത്രങ്ങൾ ബോക്സുകളിലാക്കി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വലിയൊരൊറ്റ ബോക്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ അത് മുകളിൽ വെച്ചാൽ നല്ല ഒതുങ്ങിയിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ സത്യം പറഞ്ഞാൽ അതൊന്നും നടന്നില്ല. കുറച്ച് നേരം ഞാൻ ഡാഡിയുടെ കൂടെ നിന്നൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുമ്പോഴേക്കും നേരം വൈകി. പിന്നെ കുട്ടികൾ ഓടി വന്നു തുടങ്ങി. അപ്പം എൻ്റെ റൂമിൻ്റെ ലോക്ക് ശരിയല്ല. അപ്പോൾ കുട്ടികൾ വന്ന് കയറി പോകുമ്പോൾ നമ്മൾ അത് വലിച്ചിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വല്ല പൊടിയൊക്കെ ഉണ്ടെങ്കിലോ. അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഡിംപിളിൻ്റെ വൈകിട്ട് ഇതിപ്പോൾ നാളെ രാവിലേക്കുള്ള കൊള്ളിയുടെ ഉപ്പേരി എന്താ വെക്കാൻ പോണേന്ന് എനിക്കറിയില്ല, അതിനുള്ള പുറപ്പാടാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ സന്ധ്യ നേരത്തെ പണിയായിരുന്നത്. പലതരം താലികൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഡയമണ്ടിൻ്റെ സ്റ്റോണായിട്ട് ഇപ്പോഴത്തെ ഫാഷനാണല്ലോ ഈ ഡയമണ്ട് സ്റ്റോണിൽ താലി വരിക എന്നുള്ളത്. അപ്പോൾ അതിൽ ഓം വന്നിട്ടുണ്ട്, പിന്നെ നമ്മുടെ കുരിശ് വന്നിട്ടുണ്ട്. കുരിശ് 2 പാറ്റേൺ ഉണ്ട്, ഓം 2 പാറ്റേൺ ഉണ്ട്. പിന്നെ നമ്മളുടെ മുസ്ലിം താലികൾ, ആ എംബ്ലം മറ്റേ ചന്ദ്രനും ഇതായിട്ടുള്ള അതും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾക്ക് കണ്ടറിയാം 6 പാറ്റേണാണ് ഉള്ളത്. അപ്പോൾ ഈ 6 പാറ്റേണും ഇതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്കത് എത്തിച്ചു തരാൻ പറ്റും. അത്യാവശ്യം വലിപ്പമുള്ള ലോക്കറ്റ് പോലെ ഇടുകയും ചെയ്യാം കേട്ടോ. ഫുൾ ഡയമണ്ട് സ്റ്റോൺസ് ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിൽ പോകുന്ന സംഭവമാണ് ഈ ഡയമണ്ടിൻ്റെ താലി എന്നുള്ളത്. അത് പണ്ടൊക്കെ കുഞ്ഞ് താലിയായിരുന്നു, പക്ഷേ ഇപ്പം അത് മാറി ഇത്തിരി വലിപ്പമുള്ള ശരിക്കൊരു ലോക്കറ്റ് പോലെയുള്ള താലി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് സാൻഡ് സ്റ്റോൺ ഇതൊക്കെ നമ്മൾ പാക്ക് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞില്ലേ സന്ധ്യ നേരത്ത് പാക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത സാധനങ്ങളാണ്. അപ്പോൾ പിന്നെ ജസ്റ്റ് നിങ്ങളെയും കൂടി കാണിച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ ക്ലിപ്പിൻ്റെ ഒരു വളയാണ്, വലിച്ചിങ്ങനെ ഇടുന്ന പോലത്തെ വള. ഇത് പുതിയത് വേറെ പ്ലേറ്റ് ചെയ്ത് വന്നതാണ്. മിനിയാന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരെണ്ണം. ഇതിപ്പോൾ നാളെ അയക്കാനുള്ളത് പ്ലേറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ ഇത്രയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അവിടെ കിച്ചണിൽ ഒക്കെ റെഡിയായി. അപ്പോൾ സാലഡും ഉണ്ടായിരുന്നു കേട്ടോ. ഇത് വൈറലായിട്ടുള്ള ഒരു സംഭവമാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ പേരറിയാമെന്ന് എനിക്കറിയാം. അറിയുന്നവർ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറയാം കേട്ടോ. ഞാനിങ്ങനെ കുറേ പേരിങ്ങനെ പറയണ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി നിങ്ങളോടും കൂടി അങ്ങനെയൊന്ന് ചോദിക്കാമെന്ന്. പക്ഷേ എനിക്കറിയാം കേട്ടോ, എല്ലാവർക്കും അറിയാമെന്നുള്ളത് എനിക്കറിയാം. അങ്ങനെ പിള്ളേർസ് ഓരോ വശത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നു തുടങ്ങി. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. അപ്പോൾ ഇരുന്ന് ചപ്പാത്തിയാണ്. അപ്പോൾ ഡിംപിളിന്ന് ഇപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ച് നോക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ഇന്ന് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ തുറന്നടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് പറ്റുന്നില്ല, എന്നാലും നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കഴിച്ച് നോക്കുകയാണ്. ചപ്പാത്തിയല്ല, സാലഡും കാര്യങ്ങളാണ് മെയിനായിട്ട് കഴിക്കുന്നത്. പിന്നെ കസ്റ്റർഡാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ കസ്റ്റർഡിൽ ഞാൻ കുറച്ച് മധുരം കുറവിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇവർ പറയായിരുന്നു മധുരം കുറവാണ്. കാരണം ഞാൻ സാധാരണ പറഞ്ഞില്ലേ മറ്റേ മാംഗോ പൾപ്പും കൂടി ഇതിൻ്റെ ഉള്ളിൽ മിക്സ് ചെയ്യും. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ ആ മധുരവും ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഇവരൊക്കെ അങ്ങോട്ടും പോയതിന് ശേഷം ഡിവൈൻ്റെ ഇന്ന് ഗ്യാസ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഗ്യാസ് സിലിണ്ടർ വെക്കുന്നതിന് മുമ്പായിട്ട് ഡിവൈൻ പറഞ്ഞു ഞാൻ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മളുടെ ഇത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടാന്ന്. അപ്പോൾ ഓൺലൈനിൽ നിന്ന് നമ്മൾ ഓൾറെഡി ഒരു പൗഡർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു കുട്ടി ഇതിൻ്റെ ക്ലീൻ ചെയ്യണ ഒരു മറ്റേ സ്പ്രേ ഇത് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കഴിഞ്ഞിട്ട് അതും കൂടി ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുകൊണ്ട് നോക്കിയപ്പോൾ ഒരുവിധം എല്ലാതും പോയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പാല് കാച്ചി
കുട്ടികൾക്കുള്ള പാൽ മാറ്റി വെച്ച് ഒരു ഗ്ലാസ് കാപ്പി ഞാൻ വെച്ചു. അപ്പോഴാണ് വെള്ള ഷൂ ഈ അടുത്ത ആഴ്ച ഇവരുടെ ഇതിന് വൈറ്റ് ഷൂ ആണ് വേണ്ടത്. അപ്പോൾ ആ ഷൂ കഴുകാനായിട്ട് ഞാൻ വേഗം ആ സോപ്പും പൊടിയിലിട്ട് അവിടെ മുക്കി വെച്ചു. അപ്പോൾ നാളെ ഇന്ന് കഴുകാമല്ലോ. അപ്പോഴേക്കും ഇവിടെ ഡിവൈൻ അടുപ്പൊക്കെ ക്ലീൻ ചെയ്ത്, ശരിക്കും ഡിവൈൻ വന്നതിന് ശേഷം നമ്മൾ ഗ്യാസ് യൂസ് ചെയ്ത് തുടങ്ങിയത് കേട്ടോ. കാരണം ഇത് വാങ്ങിയ അന്ന് തൊട്ട് ഈ അടുപ്പ് കംപ്ലൈൻറ്റാണ്, മറ്റേ ഓട്ടോമാറ്റിക് വർക്ക് ചെയ്യാറില്ല. അപ്പോൾ ഞാനാന്ന് വെച്ചാൽ എനിക്കാന്ന് വെച്ചാൽ ഇത് കത്തിക്കാൻ പേടിയ. ഡിമ്പിളിന് പണ്ട് തൊട്ടേ നമ്മൾ മറ്റേ ഹോട്ട് പ്ലേറ്റ് അങ്ങനത്തെ എനിക്ക് തോന്നുന്നു ഒരു 6ാം ക്ലാസ്സൊക്കെ തൊട്ട് കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അന്ന് തൊട്ട് കൈ പൊള്ളണ്ട വെച്ചിട്ട് നമ്മൾ ഹോട്ട് പ്ലേറ്റ് അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കർ അന്ന് ഫസ്റ്റ് ദുബായിൽ നിന്ന് കൊണ്ടുവന്ന സമയമാണ് ഇൻഡക്ഷൻ കുക്കർ. എനിക്ക് തോന്നുന്നു ഡിമ്പിൾ 8ൽ പഠിക്കുമ്പോൾ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് നാട്ടിലൊക്കെ വരുന്നുള്ളൂ, അന്നൊക്കെ വളരെ അപൂർവം സംഭവമാണ്. എന്നാലും അങ്ങനെ ഗ്യാസ് നമ്മൾ യൂസ് ചെയ്യാറില്ല. പിന്നെ ആ സമയത്തൊക്കെ എപ്പോഴും ഷൂട്ടിന് പോകലും എടുക്കലായതുകൊണ്ട് നമ്മളങ്ങനെ വീട്ടിലും അധികം ഉണ്ടാവാറില്ലല്ലോ. അങ്ങനെ ഗ്യാസിനോടുള്ള ഒരു പേടിയല്ല, എന്തോ ഒരു ഇഷ്ടക്കുറവായിരുന്നു. അങ്ങനെ ഡിവൈൻ വന്നതിന് ശേഷമാണ് ശരിക്കും അടുപ്പും ഗ്യാസും ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങിയത്. നിങ്ങൾ തുടക്കം കണ്ടവർക്കറിയാം, 2 ഇൻഡക്ഷനാണ് ഇവിടെ യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഒരു ഇൻഡക്ഷനും ബാക്കി അടുപ്പിലാണ് കേട്ടോ ചെയ്യുന്നത്. പക്ഷേ അടുപ്പിൽ വെക്കുമ്പോൾ ഞാൻ പറയും കൈ പൊള്ളിക്കായിക്കുമെന്ന്. കാരണം ചീനച്ചട്ടിയുടെ പിടുത്തൊക്കെ ഈ സ്റ്റീലിൻ്റെ ഇൻഡക്ഷൻ്റെയൊക്കെ സ്റ്റീലിൻ്റെയാണ്. അപ്പോൾ അത് പിടിക്കുമ്പോൾ അറിയാണ്ട് പിടിച്ച് കഴിഞ്ഞാൽ കയ്യെ ശരിക്കും പൊള്ളും. അപ്പോൾ അപകടം ഒഴിവാക്കാനാണ് ഞാൻ മെയിനായിട്ട് ഈ ഇൻഡക്ഷൻ പോലെയുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ഇന്ന് ഗ്യാസ് കഴിഞ്ഞു. അപ്പോൾ അത് കലണ്ടറിൽ എഴുതി വെച്ചു. കാപ്പി ഇട്ടു, ഫിൽറ്റർ കോഫിയാണ് കേട്ടോ ഞാൻ എടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇതൊക്കെ ഉണ്ടോ നല്ല ക്ലീനായി. എന്നാലും എന്താ പറയുക, ഫുള്ള് 100% ആവണില്ല. പക്ഷേ ഡിവൈൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. പൊടിയും തുരുമ്പൊന്നുമില്ല, കളർ അങ്ങനെയാണെന്നുള്ളൂ. പിന്നെ 10 വർഷമായില്ലേ, അപ്പോൾ അതിൻ്റേതായി ഉപയോഗിക്കാണ്ട് വന്നിട്ടുള്ള ഒരു തുരുമ്പാണ് അത്. ഉപയോഗിച്ചിട്ട് വന്നിട്ടുള്ളതല്ല. ഉപയോഗിച്ചിട്ടാണ് വരണതെന്ന് വെച്ചാൽ പിന്നെയും ക്ലീൻ ചെയ്താൽ അത് വൃത്തിയാവും. അങ്ങനെ പാച്ചു കിടന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് കേട്ടോ. അവൻ എന്ത് ചെയ്യണമെന്ന് പിടുത്തല്ല. ഇനി കിടന്ന് ഉറങ്ങാമെന്നുള്ളതാണ് അവൻ്റെ അടുത്ത പരിപാടി. പക്ഷേ എന്തോ ഇന്ന് ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ലെങ്കിൽ പോലും അവന് ഉറക്കം വന്നിട്ടില്ല. അപ്പോൾ ഒരു ഡമ്മി ഫോൺ പാപ്പൻ്റെ അവിടെ ഉണ്ടായിരുന്നു, ചാക്കോച്ചിന് കളിക്കാൻ കൊടുത്തത്. അപ്പോൾ അവൻ അതും കൊണ്ട് പോയേക്കാം. അവൻ്റെ വിചാരം അത് വർക്ക് ചെയ്യുന്ന. പക്ഷേ അവൻ തന്നെ പറഞ്ഞു വർക്ക് ചെയ്യണില്ല, എൻ്റെ കയ്യിലിരുന്നോട്ടെ എന്ന് പറഞ്ഞു. ഓ ശരി എന്നും പറഞ്ഞ് കുറച്ച് നേരം അപ്പാപ്പൻ്റെ അടുത്ത് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് കിടന്ന് പിന്നെ മൂപ്പര് എണീറ്റ് അമ്മയുടെ അടുത്ത് പോയിട്ടോ. അപ്പോൾ അവൻ ഇന്നും അതെ അമ്മയുടെ കവളൊക്കെ തൊട്ട് അമ്മയ്ക്ക് ഭയങ്കര ശ്രദ്ധയായിരുന്നു, അമ്മയുടെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധയായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇന്നലെ കമൻറ്റ് ചെയ്ത ആ കുട്ടി ഇന്നും പറയും ചാക്കോച്ചനും തോമും എന്താ അപ്പാപ്പൻ്റെ അടുത്ത് കിടക്കാത്ത, ഈ കുട്ടി എന്താ കിടക്കണേന്നുള്ളത്. അത് ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട്. അവരവരുടെ അപ്പയുടെ അമ്മയുടെയും കൂടെയാണ് കിടക്കണേ. ഈ മോന് എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പം സ്ഥലത്തില്ല, അപ്പം ബാംഗ്ലൂരുള്ളത് ഉള്ളപ്പോൾ അവരുടെ കൂടെ കിടക്കും, ഇവിടെ വരുമ്പോൾ അപ്പാപ്പൻ്റെ കൂടെ കിടക്കും. പിന്നെ പണ്ട് തൊട്ടുള്ള എൻ്റെ വീഡിയോസ് അല്ലെങ്കിൽ ഡിമ്പിളുടെ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് ആ ഒരു ചോദ്യം ചോദിക്കാൻ തോന്നില്ല. അപ്പോൾ ആ കുട്ടിക്ക് അത് അറിയില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഈ ഒരു കോർണർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് കോർണറാണ്. നിങ്ങൾക്കറിയാം, ഇവിടെ എൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയിട്ടുള്ള ഗിഫ്റ്റുകളും കാര്യങ്ങളാണ് ഈ മൂലയിൽ. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു ഇവിടുത്തെ ചെടി കാണാനില്ലല്ലോ ആൻറ്റി, എന്താ ചെടി കാണിക്കാത്തതെന്ന്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് തുടക്കം തൊട്ട് കണ്ടറിയാം, ഞാൻ ആദ്യത്തെ കുറച്ച് ദിവസം ആ കോർണറും എനിക്ക് ഭയങ്കര എൻ്റെ ഫേവറേറ്റ് സാധനങ്ങളാണ് ആ ഒരു കോർണറിലായിരുന്നത്. കാണിച്ചിട്ടാണ് എല്ലാ ദിവസവും ഞാൻ ക്ലോസ് ചെയ്തിരുന്നത്, മറ്റേ വീഡിയോ അവസാനിപ്പിച്ചിരുന്നത്. പക്ഷേ ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ ഞാനത് മനഃപൂർവ്വം കാണിക്കാണ്ടായി. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചെങ്കിലും ഞാൻ അതിനുള്ള മറുപടി ഞാൻ സമാധാനത്തിൽ പറയാം. കാരണം അത് പെട്ടെന്ന് അത് പറയാനോ കാണിക്കാനോ പറ്റില്ല. അപ്പോൾ ഞാൻ സമാധാനത്തിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.